എല്ലാ സിനിമയും ലാഭകരമാകുന്നത് ശരിയല്ല. അത് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടാകത്തില്ല. മെച്ചപ്പെട്ട സിനിമയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ ഡയറക്ടേഴ്സും ചെയ്യേണ്ടത് എന്താ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുക. ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്, ഗവൺമെന്റിന് തിയേറ്റർ കൊടുക്കും, ഗവൺമെന്റ് സപ്പോർട്ടുണ്ട്, മെച്ചപ്പെട്ട സിനിമ ഇറങ്ങുന്നത് എന്ത് സൗകര്യം. അതിന്റെ ഇപ്പോൾ ചിത്രാഞ്ജലി അടക്കമുള്ള സ്റ്റുഡിയോയുടെ എല്ലാ സഹായങ്ങളും സംവിധാനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാമറ അടക്കം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സെന്റർ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അത് കഴിഞ്ഞ് അവിടെ ഷൂട്ടിംഗും ഫലപ്രദമായി ചെയ്യാം. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും നല്ല സിനിമ ഇറക്കുക. ഇതൊരു കോമ്പറ്റീറ്റീവ് മേഖലയായി മാറി. ഇത് മത്സരമാണ്. മത്സരത്തിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ആള് ഒന്നാം സ്ഥാനത്ത് വരും. അത് ആരെയും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെഗാ സ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമ മാത്രമാണ് കേരളത്തിൽ വിജയിക്കുന്നത്. മാറി. ഇപ്പോൾ വളരെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സിനിമ നടിമാർ അഭിനയിച്ച ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഉണ്ടല്ലോ, നല്ല നിലയിൽ കൂടുന്ന സിനിമ, അതിന്റെ പേര് പൊന്മാൻ. ആ പൊന്മാൻ സിനിമ ചെങ്ങന്നൂരിലായിരുന്നു അതിന്റെ ലോഞ്ചിങ്. ആദ്യം അവർ വന്ന് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ആ പൊന്മാൻ സിനിമ വലിയ തരത്തിൽ കൂടുകയാണ്. അതിനകത്ത് എത്ര മെഗാസ്റ്റാർ ഉണ്ട്. അപ്പം സിനിമയുടെ കഥ, ആളുകളുടെ ആസ്വാദനത്തിനുള്ള രീതികൾ, അതിനകത്ത് സംവിധാനത്തിന്റെ സാഹചര്യങ്ങൾ, അതിന്റെ തിരക്കഥ, അതിന്റെ മൂല്യം, ഇതെല്ലാം ജനം നോക്കും. അപ്പൊ കോമ്പറ്റീറ്റീവായിട്ട് ഒരു മേഖലയാണ്. കോമ്പറ്റീറ്റീവ് മേഖലയിൽ മത്സരിച്ച് സിനിമ ഇറക്കട്ടെ, മത്സരിച്ച് നല്ല സിനിമ ഇറക്കട്ടെ, അപ്പൊ വിജയിക്കും. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് ഈ സിനിമാ നടന്മാരല്ല നടിമാരായിട്ടുള്ള പ്രമുഖരുടെ പൈസ അവർ കൂടുതൽ വാങ്ങിക്കുന്നത് ഒരു പ്രയാസപ്പെട്ട കാര്യമാണെന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചതാണ് അവരെ ചൊടിപ്പിച്ചത്. അതല്ല വിഷയം. മോഹൻലാൽ സിനിമയിൽ അഭിനയിക്കണല്ലേ, മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കണല്ലേ, പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കണല്ലേ, മറ്റുള്ള സുരേഷ് ഗോപി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നടനോ നടിയോ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. ആ പണം അവർക്ക് കൊടുക്കേണ്ടി വരും. ആ വാല്യൂവിനെ സംബന്ധിച്ച് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അഭിനയിക്കണമെങ്കിൽ അവരുടെ സിനിമയിൽ വിജയിക്കുന്നൊന്നുമില്ല, പലതും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ അനുസരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ അവർ വരുമ്പോൾ അവർക്ക് അതിനുള്ള പണം കൊടുക്കേണ്ടി വരും. അതാണ് സിനിമ പരാജയപ്പെട്ടത് എന്ന നിലയിലേക്ക് എത്താൻ പറ്റൂ. സിനിമ പരാജയപ്പെടുന്നതിന്റെ കാരണം സാമ്പത്തിക ചെലവ്. കുറച്ച് നല്ല സിനിമ എടുത്താൽ സിനിമ പരാജയപ്പെടില്ല. കേരളത്തിലെ തിയേറ്ററുകളിൽ അത് ഓടിയാൽ പരാജയപ്പെടില്ല. OTT കൊണ്ടുവന്നു, ഇവിടെ പോയി OTT വല്ലതും വിട്ടല്ലോ. എല്ലാവരും നേരിട്ട് സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയല്ലോ. അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നമ്മൾ അകലണ്ട. ഈ രംഗത്ത് നല്ല നല്ല അർത്ഥവത്തായ സിനിമകൾ വരട്ടെ, അതിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് അവർ തമ്മിലുള്ള തർക്കം അവർ പറഞ്ഞു തീർക്കണം. ഇല്ല, അവരെ ഞങ്ങൾ ചർച്ചയില്ല. ആരാണോ സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിന് മുമ്പിൽ കത്ത് തന്നിട്ടുള്ളത് അവരെ വിളിക്കും, സംസാരിക്കും. അത് നയപരമായ പ്രശ്നങ്ങളാണ്, അല്ലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ബാക്കി അവർ തമ്മിലുള്ള വിഷയങ്ങൾ അവർ തമ്മിൽ പറഞ്ഞു തീർക്കണം. അത് തീരും. അത് വലിയ ഇതൊക്കെ എപ്പോഴും ഉള്ളതാണ് സിനിമാ രംഗത്ത്. ഇങ്ങനെയൊക്കെ മാത്രമല്ല, ചർച്ചകൾ നടക്കണം. ഇപ്പൊ വായൊന്നും മൂടിക്കെട്ടാൻ പറ്റില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. ഇത് വ്യക്തിപരമായ അഭിപ്രായം, മന്ത്രിയുടെ അഭിപ്രായം. എല്ലാ മേഖലയിലും ചർച്ചകൾ നടക്കണം. സിനിമാ രംഗത്ത് നല്ല ചർച്ച വരട്ടെ. ഇപ്പൊ നമ്മൾ സിനിമ നയം കൊണ്ടുവരാൻ പോകില്ലേ, ചർച്ച വന്നതിന്റെ ഭാഗമായിട്ടല്ലേ. നിങ്ങൾ മാധ്യമങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ കരുതി. നിങ്ങൾ ഒരുപാട് ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു. ആ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ നല്ലൊരു സിനിമാ പോളിസി കൊണ്ടുപോയി ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പൊ കോൺക്ലേവിലേക്ക് പോകുന്നു. ഈ അടുത്ത വരുന്ന നിയമസഭയിൽ ഒരു ബില്ല് നിയമ നിർമ്മാണത്തിലേക്ക് പോകുന്നു. അപ്പൊ കേരളത്തിലെ സിനിമ സീരിയൽ രംഗത്ത് ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ വരാൻ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ചർച്ചകൾ വരട്ടെ. എന്താണോ ആ മേഖലയിൽ പരിഹരിക്കേണ്ട പ്രശ്നം അത് കൂട്ടായി പരിശ്രമിക്കും. ഈ കോൺക്ലേവിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും. ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന്റെ പാരകൾ വരും, ഡയറക്ടേഴ്സിന്റെ പാരകൾ വരും, അമ്മയുടെ പാരകൾ വരും, WCCയുടെ പാരകൾ വരും, എല്ലാവരും വരും. അവരെ എല്ലാം കൂടി വെച്ച് നമ്മൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. മലയാള സിനിമയിൽ ഇത്തരം തർക്കങ്ങൾ തുടരുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ ദോഷകരമായി ബാധിക്കുന്നു. ഒരിക്കലും ഇല്ല. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ചർച്ചകൾ വരാത്തായിരുന്നു പ്രശ്നം. ഇപ്പൊ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ സിനിമ 200-230 എത്തി. മറ്റേ 30-40 സിനിമ ഇറങ്ങത്തുള്ളായിരുന്നു. ആവേശത്തോട് പണമുള്ളവർ വന്ന് മുടങ്ങിക്കൊണ്ടിരിക്കുക. പണം മുടക്കുന്നവർ കുറച്ച് നഷ്ടമൊക്കെ വരും. തർക്കത്തിലാണ് സിനിമാ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം.